ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സുസ്വാഗതം. കൊച്ചിയിൽ നിധി പുനരുദ്ധാരണത്തിനായി ശ്രീകോവിൽ പൊളിച്ചു. കിട്ടിയത് ചെമ്പുപാത്രത്തിൽ രത്നവും സ്വർണ്ണ രൂപങ്ങളും പുരാതന നാണയവും ഉൾപ്പെടെ അമൂല്യ വസ്തുക്കൾ. ശ്രീകോവിൽ പൊളിച്ചപ്പോൾ രത്നവും സ്വർണ്ണരൂപങ്ങളും പുരാതന നാണയവും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പുനരുദ്ധാരണത്തിനായി എറണാകുളം ശിവക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിനകത്തെ ശ്രീകോവിൽ പൊളിച്ചപ്പോഴാണ് മണ്ണിനടിയിൽ നിന്ന് ലഭിച്ച ചെമ്പുപാത്രത്തിൽ സ്വർണ്ണരൂപങ്ങളും പഞ്ചലോഹ കഷ്ണവും ഓടിൻ്റെ കൊടിവിളക്കും തീർത്ഥം നൽകുന്ന ഉദ്ധരണിയും ലഭിച്ചത്. ഗണപതി, സുബ്രഹ്മണ്യൻ, കരുനാഗം പ്രതിഷ്ഠകളാണ് ഈ ശ്രീകോവിലിൽ ഉള്ളത്. കാലപ്പഴക്കം മൂലം ദുർബല അവസ്ഥയിലായതിനാലാണ് പുനരുദ്ധാരണം. ഗോമേതകമെന്ന തേൻ നിറത്തിലെ ചെറിയ രത്നമാണ് ചതുരപാത്രത്തിലെ പ്രധാന വസ്തു. 340 മില്ലിഗ്രാമാണ് തൂക്കം. 9 സ്വർണ്ണരൂപങ്ങളും പഞ്ചലോഹ കഷ്ണവും ഓടിൻ്റെ കൊടിവിളക്കും തീർത്ഥം നൽകുന്ന ഉദ്ധരണിയും ലഭിച്ചു. 1822 ഇറക്കിയ കൊച്ചി രാജാവിൻ്റെ കാലണ ചെമ്പു നാണയവും ഇതിൽ ഉണ്ടായിരുന്നു. ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഇവ ഇവിടെ തന്നെ നിക്ഷേപിക്കാനാണ് തീരുമാനമെന്ന് ദേവസ്വം ഓഫീസർ അഖിൽ ദാമോദരൻ. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ വാല്യുബിൾ വിഭാഗം ഷീജ, ദേവസ്വം അപ്രൈസർ രാമചന്ദ്രൻ, ദേവസ്വം തൃപ്പൂണിത്തുറ അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു ആർ പിള്ള തുടങ്ങിയവരും തന്ത്രിമാരായ ചേന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാടും ചേന്നാസ് ഗിരീശൻ നമ്പൂതിരിപ്പാടും ചേർന്നാണ് വസ്തുക്കൾ പരിശോധിച്ചത്. വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്ക് നന്ദി, നമസ്കാരം.